ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും സ്ത്രീകൾക്കറിയാം, ഒരു സമയം വരെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മളുടെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം അതിനുപയോഗിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങളിത് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. മെൻസ്ട്രൽ കപ്പ് ആദ്യമേ എനിക്ക് നല്ല ഭയമായിരുന്നു ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ അത് എങ്ങനെയാകും എന്താകും എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരുന്നു. ഞാൻ ഉപയോഗിക്കാൻ ഒരെണ്ണം വാങ്ങിച്ചു. അതിനുശേഷം അത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് വളരെ ഡിസ്കംഫോർട്ടായിട്ട് തോന്നി. ഞാനത് കളയുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എൻ്റെ അനിയത്തി എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നാണ്. അവൾ എനിക്ക് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് എനിക്ക് ഒരെണ്ണം വാങ്ങി തന്നു. അപ്പം നമ്മളുടെ സാനികകളാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മെൻസ്ട്രൽ കപ്പ്. വളരെയധികം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ പ്രൈസ് ഒരുപാട് ഹൈ ഒന്നുമല്ല. അപ്പം നമുക്ക് ആർക്കും വാങ്ങിക്കാൻ പറ്റും. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കൊളാബറേഷനോ ഒന്നും അല്ല. എനിക്ക് തോന്നിയ ഒരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. മിക്ക ആളുകൾക്കും ഇപ്പോഴും ഒരു ഭയമാണ് ഈ കപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടാവുമോ, പ്രോബ്ലം ഉണ്ടാവുമോ എന്നൊക്കെ. ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് കംഫർട്ടെല്ലാം തോന്നും. അതിനുശേഷം നമുക്ക് ഇതുമായിട്ട് നന്നായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സ്വിമ്മിങ് ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. കുളിക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ വളരെയധികം കംഫർട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതുപോലെ ഒരു ബോക്സിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഞാനിത് ആമസോണിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ടും കിട്ടും. ഇതുപോലെ ഒരു പൗച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഉപയോഗിക്കുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ എടുത്ത് കളയുന്ന സമയത്ത് നന്നായിട്ട് കെയർഫുള്ളായിട്ട് എടുത്ത് കളയുക. അതിനുശേഷം എന്നാണ് നമ്മളുടെ പീരീഡ് കഴിയുന്നത് ആ സമയത്ത് നമുക്ക് വീണ്ടും തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. വളരെയധികം നല്ലതാണ്. നമ്മൾ പാഡ് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. പിന്നെ ചില സ്കിന്നുകളുണ്ട് ഒരു കാര്യത്തിനും എന്താ പറയുക, സെൻസിറ്റീവായിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കാത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളുടെ തള്ളവിരൽ അങ്ങ് വെച്ചതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് വളരെയധികം കംഫർട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്കേജ് പ്രൂഫാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇൻ കേസ് ഒരു ലീക്കേജ് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഉപകാരപ്രദമായതുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കി ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. അതിന് ശേഷം മാത്രം, ഇത് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മളിത് സൂക്ഷിക്കുന്ന സമയത്തും നമ്മളുടെ പീരീഡ് കഴിഞ്ഞതിന് ശേഷവും നമ്മളിതുപോലെ തന്നെ വൃത്തിയാക്കിയതിന് ശേഷം എടുത്ത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വാഷ് ചെയ്യാനുള്ള കുറേ ഹൈജീനിക് ആയിട്ടുള്ള കുറേ ലിക്വിഡുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. അത് വേണമെന്നുള്ളവർക്ക് അതും വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.